ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, സൂറത്ത് യാസീനിലെ 28 മുതൽ 40 വരെയുള്ള പാഠഭാഗങ്ങളാണ്, ആയത്തുകളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതില് ഓർക്കേണ്ടത്, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നും മുർസലുകൾക്ക് പിന്തുണയുമായി വന്ന ആ മുഅ്മിനായ മനുഷ്യൻ, അദ്ദേഹത്തെ ആ ജനത വകവരുത്തിയതിനെ കുറിച്ച് പറയുകയുണ്ടായി. ആ ജനതയ്ക്ക് അതിന്റെ പേരിൽ തന്നെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നതിനെ കുറിച്ചാണ് 28 മുതൽ 30 കൂടിയ ആയത്തുകളിലുള്ളത്. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ നടപടിയിൽ സൈന്യത്തെ ആകാശത്ത് നിന്ന് ഇറക്കേണ്ടി, അള്ളാഹുവിന്റെ ഒരു സൈന്യം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് അവരെ നശിപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ശിക്ഷ നടപടിക്ക് അവരെ വിധേയമാക്കി എന്നല്ല. മറിച്ച് അള്ളാഹുവിന് അതിന്റെ ഒരു ആവശ്യം, അങ്ങനെ സൈന്യത്തെ ഇറക്കേതിന്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ സ്വൈഹത്ത് കൊണ്ട് തന്നെ അവര് ഫൈദാഹും ഹാമിദൂൻ, അവര് കെട്ടടങ്ങുകയുണ്ടായി എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇനി അവരെ എന്നല്ല, ഏതൊരു ജനതയുടെ ധിക്കാരവും നിഷേധവും പരിഹാസവും, ഏതൊരു ജനത അങ്ങനെ ഈ പരിഹാസത്തിലൂടെ ജീവിച്ചു പോയിട്ടുണ്ടോ, നിഷേധത്തിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പര്യവസാനം യാ ഹസ്രത്തൻ അലൽ ഇബാദ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ കഷ്ടത്തിന്റെ, ഖേദത്തിന്റെ നടപടിക്രമങ്ങൾ ആണ് അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ വലിയൊരു ആശ്വാസം സത്യത്തിന്റെ പാതയിലുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്നുണ്ട്. അതേപോലെ തന്നെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, സത്യദീനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഭയപ്പാടില്ലാതെ വിളിച്ചു പറയുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. ആ ഒരു സഹായമാണ് ആ മുഅ്മിനായ മനുഷ്യന്, സാധാരണക്കാരനായ മനുഷ്യനാണ് അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സഹായം നൽകി എന്നുള്ളത് വളരെ വലിയ ഒരു സാക്ഷ്യവും, ഏതൊരു സാധാരണക്കാരും അവർ സത്യത്തിന്റെ പാതയിൽ മുന്നോട്ട് ഗമിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉറപ്പാണ് എന്നുള്ള വലിയ ഒരു പ്രതീക്ഷ ഈ 40 ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് വിധേയമായ ഏതൊരു സമൂഹത്തെക്കുറിച്ചും നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ നമുക്കതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ഇതൊക്കെ നമുക്കൊരു ഹിദായത്തിനുള്ളതാണ് എന്നുള്ളതാണ്. നമുക്കിതൊക്കെ മാർഗദർശകമാകണം, ഹിദായത്ത് കിട്ടാൻ ഉതകുന്നതാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ, അലം യറൗ, അവർ കാണുന്നില്ലേ? അവർ കാണുന്നില്ലേ എന്നതിന്റെ അർത്ഥം കണ്ണുകൊണ്ടുള്ള കാഴ്ചയെ കുറിച്ചല്ലല്ലോ, മറിച്ച് അവർക്ക് വിവരം എത്തിയിട്ടില്ലേ എന്നുള്ളതാണ്. സൂറത്തു സജദ 26-ാമത്തെ ആയത്ത് വായിക്കുമ്പോൾ അള്ളാഹു ഈ ഒരു ഹിദായത്തിന്റെ കാര്യത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നത് കാണാം. അവലം യഹ്ദി ലഹും കം അഹ്ലക്നാ മിൻ ഖബലിഹിം മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം. മുൻകാലങ്ങളിൽ നിന്ന്, തലമുറകളിലൂടെ അവർക്ക് മുൻപേ നാം നശിപ്പിച്ചത് എത്രയെത്ര തലമുറകളാണ്. അവരുടെ പാർപ്പിടങ്ങളിലൂടെയൊക്കെ ഇവർ നടന്നു പോകുന്നുണ്ട്. അത് അവർക്ക് ഹിദായത്തിന് പോകുന്നതല്ലേ? അതവർക്ക് മാർഗദർശകമായിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയും, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ അഫലാ യസ്മഊൻ, തീർച്ചയായിട്ടും ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ലേ എന്നൊക്കെയാണ് അള്ളാഹു അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ സൂറത്ത് ത്വാഹയിലുമൊക്കെ തന്നെ ആയത്തുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് ഹിദായത്ത് കിട്ടാൻ ഉതകണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, നിഷേധവും നശീകരണവും കാരണം മുൻ സമൂഹങ്ങൾക്ക് ശിക്ഷ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ഈ ഉമ്മത്തിന് യൗമുൽ ഖിയാമക്ക് മുൻപ് ഒന്നടങ്കം ബാധിക്കുന്ന ഒരു അദാബ് ഉണ്ടാകൂല എന്നുള്ളതാണ് ഉള്ളത്. എന്നാൽ ഭാഗികമായ നിലക്ക് അള്ളാഹുവിന്റെ ഇടപെടലുകൾ, സുന്നത്തുള്ള എന്ന് പറയും, അള്ളാഹു നടപടിക്രമങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. മൂന്നാമത്തേത്, അതിനാൽ തന്നെ നമ്മൾ എപ്പോഴും ഏത് സാഹചര്യത്തിലും നമുക്കൊരു അജലും മുസമ്മയുണ്ടല്ലോ, അത് എത്തുന്നതിന്റെ മുൻപ്, ആ നിർണിത സമയം എത്തുന്നതിന്റെ മുൻപേ തന്നെ അൽ ഈമാനു വൽ അമലു സ്വാലിഹ് നമുക്ക് ഉണ്ടാകണം. അത് നേടിയെടുത്തിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു വലിയ ഒരു ഈമാനിയാത്ത് നമുക്ക് നൽകുന്ന ഒരു പാഠഭാഗം, ഒരു ചില ആയത്തുകളാണ് അതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതിലുള്ളത്, മുൻപേ മരിച്ചുപോയവരായ ആളുകൾക്ക് ദുനിയാവിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവില്ല എന്നല്ലാഹു കൃത്യമായി പറയുന്നുണ്ട്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അഥവാ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് മടക്കമില്ലാത്ത ഒരൊറ്റ അവസരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പശ്ചാത്താപത്തിന്റെ മനസ്സ് ഉള്ളവരായിരിക്കണം എല്ലാ സത്യവിശ്വാസികളും എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി ഇതേപോലെ തന്നെ 32-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ,
നാം എല്ലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഹാജരാകുന്ന മഹാസത്യത്തെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ആ സത്യത്തെ സാധൂകരിക്കാനുള്ള വലിയൊരു തെളിവായിട്ടാണ് 33 മുതൽ നമ്മൾ വായിക്കുന്ന ആയത്തുകളിലുള്ളത്. അവയിലൂടെ ഈ മഹാപ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ പലതും പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അത്തരം പരാമർശങ്ങളൊക്കെ നമ്മുടെ ചിന്തയുടെയും അന്വേഷണത്തിന്റെയും ലോക്കുകൾ പൊട്ടിക്കാൻ, ചിന്തകൾക്ക് പൂട്ടിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ തുറക്കാൻ സാധിക്കുന്ന തരത്തിലാണ് എന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ടതാണ്. ആദ്യം ആ ഭാഗത്ത് നോക്കുമ്പോൾ ആദ്യം 33-ാമത്തെ ആയത്ത്, നിർജീവാവസ്ഥയ്ക്ക് ശേഷം ഫലഭൂയിഷ്ടമാകുന്ന മണ്ണിനെയാണ് നമുക്ക് ആയത്തുൽ ലഹുമുൽ അർദുൽ മൈത്തത്തു എന്ന് പറയുന്ന ഭാഗം. നിർജീവമായി കിടക്കുന്ന മണ്ണ് നമുക്കൊരു ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ ഒരേ സമയം പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ചിന്തകൾ, അതോടൊപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ഇതൊക്കെ ആ ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇപ്പോ കൊടും വേനൽക്കാലം, നല്ല ചുട്ട വേനൽക്കാലം, നല്ല ശക്തമായ വേനൽക്കാലം, ആ വേനൽക്കാലത്ത് ചില പാടശേഖരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ഈ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ കളിച്ചിട്ട് മണ്ണും പൊടിയൊക്കെ പാറുന്നൊരവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ ഈ നടന്നു പോകുന്ന ആളുകൾ പറയും, ഈ സ്ഥലത്തൊന്നും ഇനി ഒരു പുല്ല് പോലും മുളക്കൂല, അതിന് മാത്രം വരണ്ടുണങ്ങി പൊടി പാറിയിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്, ആ രൂപത്തിലായിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഒരു മഴ പെയ്യുന്നതോടുകൂടി ആ ഭാഗം ഒരുപാട് സസ്യലതാദികൾ മുളച്ച്, പുല്ല് മുളച്ച്, മനുഷ്യന് ആവശ്യമുള്ള തരത്തിലുള്ള ചെടികളൊക്കെ തന്നെ മുളച്ച് പൊങ്ങി അവിടെ ആ ഭൂമി, ആ മണ്ണ് സജീവമാകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ ഇത്രയും നിസ്സാരമായി തന്നെ ഖിയാമത്തിന്റെ കാര്യത്തിലും അള്ളാഹുവിന് അതിനെ സംഭവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ആയത്തുകളിലുള്ള ഇതിലെ വായന എന്നർത്ഥം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമ്മുടെ ശരീരം മുഴുവനും മണ്ണ് തിന്നാലും മണ്ണിൽ ബാക്കിയാകുന്ന അജബുദ്ദനബ് എന്ന ഒരു അവസ്ഥയെക്കുറിച്ച്, ഒരു ഹബ്ബത്തു ഖർദൽ, ഒരു കടുകുമണിയെപ്പോലെ അത്രയും മാത്രം വലുപ്പത്തിൽ വരുന്ന ഒരു സൂക്ഷ്മമായ ഒരു അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇന്ന ഫിൽ ഇൻസാനി അളമ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഒക്കെ അത് വന്നിട്ടുണ്ട്. ഇന്ന ഫിൽ ഇൻസാനി അളമൻ ലാ തഅകുലുഹുൽ അർദു അബദ. മണ്ണ് ഒരിക്കലും തിന്നാത്ത ഒരു ഭാഗം, ഒരു പാർട്ട് ഓരോ മനുഷ്യന്റെ ശരീരത്തിലും ഉണ്ട് എന്നാണ്, ഓരോ മനുഷ്യനിലും ഉണ്ട് എന്നാണ്. ഫീഹി യുറക്കബു യൗമൽ ഖിയാമ. ഈ പുനരുദ്ധാന നാളിൽ അതിൽ നിന്നാണ് തർക്കീബ് ഉണ്ടാകുന്നത്, വീണ്ടും സെറ്റ് ചെയ്യുന്നത് അതിൽ നിന്നാണ് എന്നർത്ഥം. അപ്പൊ സ്വഹാബികളൊക്കെ ചോദിച്ചു, അത് ഏത് പാർട്ടാണ്, ഏത് അളമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അജബുദ്ദനബ് എന്നാണ് അതിന് പേര് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് മഹാനായ അബൂ സഈദ് അൽ ഖുദരിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വചനത്തിൽ കാണാം, ഇന്നഹു മിസ്ല ഹബ്ബത്തി ഖർദൽ. അതൊരു ഹബ്ബത്തു ഖർദൽ അത്ര ഉണ്ടാവുള്ളൂ എന്ന്, ഒരു കടുകുമണിയെ പോലെ അത്ര ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ മണ്ണിൽ നിന്ന് മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പുനരുദ്ധാനം എന്ന് പറയുന്നത് അത് സാധ്യമാണ് എന്നുള്ളതിന് വലിയ ഒരു തെളിവായിക്കൊണ്ട് ആ ആയത്തുകൾ നമുക്ക് വായിക്കാവുന്നതാണ്. തുടർന്ന് പിന്നീട് 36-ാമത്തെ ആയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് തന്നെ. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ എന്ന് തുടങ്ങുന്ന ആ ഭാഗം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കാര്യമായ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് അള്ളാഹുവിടെ പറയുന്നത് മനുഷ്യരെയും അതേപോലെ ഭൂമിയിലെ സസ്യജാലങ്ങളടക്കം മനുഷ്യൻ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള വമിൻ അംഫുസിഹിം വമിമ്മാ ലാ യഅലമൂന എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യൻ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാറ്റിനെയും ഇണകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ അതൊരു വലിയ അത്ഭുതകരമായ കാര്യമായി കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ആ ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി തുടർന്ന് രാവും പകലും മാറി മാറി വരുന്ന ഒരു വലിയ പ്രതിഭാസത്തെക്കുറിച്ചാണ് ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. ഇപ്പോ നമുക്കറിയാം അവിടെ ആയത്ത് വന്നിട്ടുള്ളത് ആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാറ എന്നുള്ള ഫഇദാഹും മുളിമൂൻ എന്നുള്ളതാണ്. അഥവാ ഈ ഒരു പ്രതിഭാസം, രാവും പകലും മാറി വരുന്ന ഒരു പ്രതിഭാസത്തെയാണ് അവിടെ പറയുന്നത്. പറഞ്ഞ ആ ശൈലിയൊക്കെ വളരെ ശ്രദ്ധേയമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എത്രയാണ്?
ഭൂമിയുടെ സ്വാഭാവികമായ അവസ്ഥ അത് ഇരുട്ടാണ് എന്നുള്ളത് നമുക്ക് ഇദാഹും മുള്ളിലിമൂൻ എന്നുള്ളതിൽ നിന്ന് അപ്പോൾ അവരതാ ഇരുട്ടിലാകുന്നു. അതിന്റെ മുൻപ് അവർക്ക് വെളിച്ചം വന്നിട്ടുണ്ട്. ആ വെളിച്ചം പിന്നെ ഊരിയെടുക്കുകയാണ്. വെളിച്ചം അവിടെ ഇല്ലായിരുന്നു. വെളിച്ചം പിന്നീട് അവിടേക്ക് വന്നത് ഊരിയെടുക്കുമ്പോൾ അവർ ഇരുട്ടായി മാറുന്നു എന്നുള്ളതാണ് അത് രാത്രിയെ ദൃഷ്ടാന്തമായി കൊണ്ട് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂമിയുടെ സ്വാഭാവികമായ അവസ്ഥ എന്ന് പറയുന്നത് അത് ഇരുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള വായന അതിലുണ്ട്. സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോഴാണ് ഭൂമി പ്രകാശമുള്ളതായി മാറുന്നത്. ഭൂമിയിൽ നിന്ന് പ്രകാശം ഊരിപ്പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നസ്ലഹു മിൻഹു നഹാർ അവിടേക്ക് പ്രകാശം കൊണ്ട് വന്നതാണ്. ഭൂമിയുടെ സ്വാഭാവിക അവസ്ഥയിൽ പ്രകാശമല്ല. അപ്പൊ അതിലേക്ക് വന്ന ആ സൂര്യപ്രകാശം വന്നപ്പോൾ ഭൂമി പ്രകാശമുള്ളതായി. പിന്നീട് ആ സൂര്യപ്രകാശം ഭൂമിയിൽ നിന്ന് ഊരിയെടുക്കുന്നതോടുകൂടി അത് ഇരുട്ടായി മാറുന്നു എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ട്, ആ അച്ചുതണ്ടിലേക്ക് ഒരു തവണ കറങ്ങുക, അതെടുക്കുന്ന സമയമാണല്ലോ നമ്മൾ സാധാരണ ഏകദേശം 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയയെ കൂടി നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു വചനം തന്നെയാണ് ഈ ഭാഗം എന്ന് നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ പകല് ഉരിഞ്ഞു പോകുമ്പോൾ ഓരോ ഭാഗവും പതുക്കെ മൃദുവായിട്ട് ഇങ്ങനെ ഇരുട്ടായി മാറുന്ന ഒരു വലിയ പ്രക്രിയ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. ഇത്തരത്തിൽ പകലും രാത്രിയും വേർതിരിക്കുന്ന അവസ്ഥയെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ടെർമിനേറ്റർ ലൈൻ എന്നാണല്ലോ പറയുക. ഇപ്പൊ പ്രകാശം ക്രമേണ കുറയുന്ന അവസ്ഥയാണ് ഈ ഒരു ഭാഗമൊക്കെ അറിയിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. തുടർന്ന് പിന്നീട് സൂര്യന്റെ ചലനത്തെക്കുറിച്ചാണ്. വശംസുത്തെ ജിരി എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ നിന്ന് തന്നെ സൂര്യൻ അതിന്റെ ഭ്രമണം, അതിന്റെ കറക്കത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ അറിയിപ്പ് നൽകുന്ന ഒരു വചനം തന്നെയാകുന്നു. വശംസുത്തെ ജിരി ലിമുസ്തഖറില്ലഹ. ഇതൊക്കെ അള്ളാഹുവിന്റെ തഖ്ദീറിൽപ്പെട്ടതാകുന്നു. ആ അള്ളാഹു അൽ അസീസാണ്, അൽ അലീമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 39ാമത്തെ ആയത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ ചന്ദ്രനെ കുറിച്ച്, അതിനെ നിശ്ചയിച്ച ഓർബിറ്റുകളെ കുറിച്ച്, ഖദ്ദർനാഹു മനാസിൽ, ആ ഓർബിറ്റുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഓർബിറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഭവനങ്ങൾ, ചില ഭവനങ്ങൾ എന്നതാണ് തഫ്സീറിൽ അതിന് നൽകിയിട്ടുള്ള അർത്ഥം. അങ്ങനെ പിന്നെ അതിന് നിശ്ചയിച്ചിട്ടുള്ള ഈ ഓർബിറ്റുകളെ കുറിച്ച് അള്ളാഹു പറയുകയും അത് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും എന്നിട്ട് പിന്നീട് അത് ഉർജൂനുൽ ഖദീമായി മാറുന്ന അവസ്ഥ. ഉർജൂനുൽ ഖദീം എന്ന വാക്കിന്റെ ഭാഷാ അർത്ഥം എല്ലാ കാലഘട്ടത്തിലുമുള്ള ആൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് വായിക്കാവുന്നത് ഈത്തപ്പനയുടെ പഴക്കം ചെന്ന കുലത്തണ്ട് എന്നുള്ള ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ അവസ്ഥയെ അതാണ് ഉർജൂനുൽ ഖദീം. ചന്ദ്രന്റെ പ്രത്യക്ഷത്തിൽ അതിന്റെ വൃദ്ധിക്ഷയം സംഭവിച്ച് കാണുന്ന ഒരു അവസ്ഥയെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. അതേപോലെ തന്നെ പിന്നീട് 40ാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ ഇവയൊന്നും തന്നെ പരസ്പരം കൂട്ടിമുട്ടാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയും ഇവയെല്ലാം അതിൻ്റെതായ സഞ്ചാരപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. വകുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഒട്ടേറെ വീണ്ടും പഠനത്തിന് വിധേയമാക്കേണ്ട, ശാസ്ത്രീയമായി ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്ന ഖുർആൻ ശാസ്ത്രീയ ഗ്രന്ഥമൊന്നുമല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമായതുകൊണ്ട് തന്നെ ഈ പ്രാപഞ്ചിക പ്രതിഭാസത്തിലെ മനുഷ്യൻ കണ്ടെത്തിയതോ ആവട്ടെ കണ്ടെത്താത്തതോ ആവട്ടെ, മനുഷ്യന്റെ കണ്ടെത്തലുകൾ എന്നതിനപ്പുറം ഇന്ന് നമ്മുടെ മുൻപിൽ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ സത്യങ്ങൾക്ക് ഒരിക്കലും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വിരുദ്ധമാകുന്നില്ല. മറിച്ച് ഖുർആനിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളത് കൊണ്ട്, എല്ലാം അറിയുന്നവനായ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ അടയാളങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ചില ആയത്തുകളിലൂടെ സൂചനകൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ മനസ്സിലാക്കാനും ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടവൻ ആരാധിക്കാനുമുള്ള വലിയ തൗഫീഖും അനുഗ്രഹവും അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.